അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരണം ഭർത്താവ് ഗൾഫിലാണ് എന്ന പേരിൽ ഇബ്രാഹിം ടി എൻ പുരം എഴുതിയ പുസ്തകത്തിന്റെ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നു. ഗൾഫുകാരൻ ചൂഷണത്തിന്റെ ബലിയാട് എന്നതാണ് ഈ അധ്യായത്തിന്റെ പേര്. ഇതിൽ ആദ്യം ചില ഗൾഫുകാരുടെ അനുഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ അനുഭവം, 65-കാരനായ കുഞ്ഞമ്മദ് കരിപ്പൂരിൽ വിമാനമിറങ്ങി. ഇത് 14ാമത്തെ വരവാണ്. ഈ യാത്രയിൽ പതിവ് പ്രസന്നതയില്ല. ഇനി കുടുംബത്തോടൊപ്പം സസന്തോഷം കഴിയാമല്ലോ എന്ന സംതൃപ്തിയില്ല. പാസ്പോർട്ടിൽ നോ എൻട്രി അടിച്ചിരിക്കുന്നു. 30 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം മടങ്ങുകയാണ്. ജോലി പോയതും വയസ്സ് കൂടിയതുമല്ല കുഞ്ഞമ്മദ് അലട്ടുന്ന പ്രശ്നം. ഇത്രയും നാൾ സമ്പാദിച്ചത് എവിടെയും എത്തിയില്ലല്ലോ എന്ന ദുഃഖമാണ്. മാസാമാസം അയക്കുന്ന ഡ്രാഫ്റ്റുകൾ മുഴുവൻ 2 മക്കളാണ് കൈകാര്യം ചെയ്തിരുന്നത്. മക്കൾ മുതിർന്നതോടെ ഉമ്മയുടെ കയ്യിൽ നിന്ന് എല്ലാം നിയന്ത്രണം വിട്ടു. അവർ ദുസ്വഭാവങ്ങൾ ശീലിച്ചു. ആദ്യം പാൻപരാഗിലും പിന്നെ മയക്കുമരുന്നിലും അഭയം തേടിയപ്പോൾ സമ്പാദ്യം നശിക്കുകയായിരുന്നു. അതൊക്കെ സഹിക്കാം. അവരുടെ ആത്മീയ നാശം കുഞ്ഞമ്മദ് മാനസികമായി തളർത്തിക്കളഞ്ഞു. രണ്ടാമത്തെ അനുഭവം, ഗൾഫ് സമ്പാദ്യം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ഹതഭാഗ്യനുണ്ട് എന്റെ അയൽനാട്ടിൽ. 20 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആകെയുള്ള സമ്പാദ്യം ഒരു കൂറ്റൻ മണിമാളിക 25 ലക്ഷത്തിൽ പണി തീർത്തതാണ്. കെട്ടിക്കാറായ 2 പെൺമക്കളും ജോലിയില്ലാത്ത മകനും അയാളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി. ഈ മണിമാളിക കൊണ്ട് എന്തു നേട്ടം? വരുമാനമുള്ള ഒന്നും ഞാൻ വാങ്ങിക്കൂട്ടിയില്ലല്ലോ എന്ന അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി. ഇത് വീടല്ല, ഒരു പ്രേതാലയമാണ് എന്നയാൾ തിരിച്ചറിയുന്നു. ദിവസേന വരുന്ന പിരിവുകാരെയും യാചകരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ അയാൾ മുറിയിൽ വാതിലടച്ചിരിക്കുകയാണ്, ഒരു മാനസിക രോഗിയെപ്പോലെ. മൂന്നാമത്തെ അനുഭവം, ഇത് ദുബായ്ക്കാരൻ അജ്മലിന്റെ വീടാണ്. ഈ വീട്ടിൽ 1/4 കിലോമീറ്റർ ചുറ്റളവിൽ നിറസംഗീതമാണ് എപ്പോഴും. ഇവിടെ ടെലിവിഷൻ പ്രവർത്തിക്കാത്ത സമയമില്ല, അതും വലിയ ശബ്ദത്തിൽ. ടിവിക്ക് മുമ്പിൽ നിരന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കൂ. അജ്മലിന്റെ ഉമ്മ, ഭാര്യ, മക്കൾ, അയൽവാസികൾ. മക്കൾക്കിപ്പോൾ പഠിപ്പിലൊന്നും വലിയ താല്പര്യമില്ല, പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്നവർക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഇവിടെ മുമ്പൊക്കെ ഇശാ മഗ്രിബിനിടയിലെ സമയം ഭക്തിസാന്ദ്രമായിരുന്നു. ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദുമൊക്കെയായി ആത്മീയത മുറ്റുനിന്നിരുന്ന വീടായിരുന്നു. ആ വീടാണിപ്പോൾ ദിവസേന 4ഉം 5ഉം സിനിമകളും അതിലേറെ സീരിയലുകളും പെയ്തിറങ്ങുന്ന പിശാചിന്റെ താവളമായിരിക്കുന്നത്. മുമ്പൊക്കെ അജ്മലിന്റെ ഉമ്മക്ക് സിനിമയെന്ന് കേട്ടാൽ നരകം എന്ന് കേൾക്കുന്നത് പോലെയായിരുന്നു. ഇപ്പോഴോ സീരിയൽ കഥാപാത്രങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരുടെ ഒരു ആസ്വാദകയായി പരിണമിച്ചിരിക്കുന്നു ഉമ്മ. മറ്റൊരു അനുഭവം, ഷാർജയിലെ കുടുസായ മുറിയിലിരുന്ന് ജലീലിക്ക തേങ്ങി തേങ്ങി കരയുകയാണ്. വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ ആ ദുഃഖവാർത്ത എത്തിയത്. പ്രിയപ്പെട്ട ഉപ്പ എന്നേക്കുമായി വിട പറഞ്ഞു. രോഗിയായ ഉപ്പയുടെ അരികിലെത്തണമെന്ന് കഴിഞ്ഞ മാസം തന്നെ ജലീൽക്ക കരുതിയതാണ്. പക്ഷേ ലീവ് കിട്ടിയില്ല. 2 മാസം കഴിഞ്ഞാൽ ശരിയാക്കാമെന്ന് അറബി പറഞ്ഞു. വീട്ടിൽ നടക്കുന്ന ഓരോ രംഗവും ജലീൽക്കയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കുടുംബക്കാർ വരുന്നത്, ഉപ്പയെ അവസാന കാഴ്ച കാണുന്നത്, ഖുർആൻ ഓതുന്നത്, പ്രാർത്ഥിക്കുന്നത്, മയ്യത്ത് കുളിപ്പിക്കുന്നത്, ജനാസ കൊണ്ടുപോകുന്നത്, പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നടക്കുന്നത്, ഖബറിൽ ഇറക്കി വെക്കുന്നത്, അവസാന യാത്രയും പറഞ്ഞ് പിരിഞ്ഞു പോരുന്നത്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും. ജലീൽക്ക സങ്കടം കൊണ്ട് വിങ്ങുകയാണ്. ആ മുഖമൊന്നു കാണാൻ, ഒന്നണച്ചുകൂട്ടി പൊട്ടിക്കരയാൻ തനിക്കായില്ലല്ലോ. ഏറെ വിഷമങ്ങൾ സഹിച്ച് ഏകമകനെ ഗൾഫിലേക്ക് അയച്ചു. ആ മകന്റെ സുഖസൗകര്യങ്ങൾ കാണാൻ ഉപ്പാക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. ഉപ്പയില്ലാത്ത വീട് ഇനി അനാഥമായി പോകുമല്ലോ. ഗൾഫുകാരന്റെ സംസാരിക്കുന്ന ചില ചിത്രങ്ങളാണ് വായിച്ചത്. പലർക്കും ഇന്ന് കറവപ്പശു മാത്രമാണ് പ്രവാസി. അവർ മറ്റുള്ളവർക്കായി സ്വയം ഉരുകിത്തീരുന്നു. 3 മാസത്തെ ലീവിൽ നാട്ടിൽ വന്ന് സ്പ്രേയും പൂശി നടന്നു നീങ്ങുമ്പോൾ നാട്ടുകാർക്ക് കൗതുകം, അസൂയ. അവന്റെ യഥാർത്ഥ മുഖം ആരും കാണുന്നില്ല. അവൻ അത് ആരെയും കാണിക്കാറില്ല എന്നതാണ് സത്യം. വർഷങ്ങളോളം മണലാരണ്യത്തിൽ കത്തിയെരിയുമ്പോഴും മനസ്സിലൊരാഗ്രഹമുണ്ട്, എത്രയും പെട്ടെന്ന് നാട്ടിൽ പോവുക, കുടുംബത്തോടൊപ്പം സസന്തോഷം ജീവിക്കുക. രാവെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഇതിനായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. മുറി വിട്ടാൽ ജോലി, ജോലി കഴിഞ്ഞാൽ മുറി. ഇതാണ് പലരുടെയും ലോകം. വെള്ളിയാഴ്ച പോലും ലീവ് കിട്ടാത്തവരുണ്ട്. ഉറങ്ങാൻ പോലും സമയമില്ലാത്തവരാണ് അധിക പേരും. പഴയ ഗൾഫല്ല ഇന്ന്. കിട്ടുന്ന ശമ്പളം തുച്ഛമാണ്. 2 കൊല്ലം കഠിനാധ്വാനം ചെയ്താൽ കടം വീടില്ല.
വിസ പുതുക്കാനും നാട്ടിൽ വന്നു പോകാനും പിന്നെയും കടം വാങ്ങണം. അതിനിടയ്ക്ക് അസുഖങ്ങളോ മറ്റോ വന്നാൽ വിശേഷമായി നാട്ടിലേക്കാൾ 10 ഇരട്ടി ക്യാഷ് വേണം ചികിത്സിക്കാൻ. കഫീലിനൊന്നും പഴയ അലിവില്ല എന്ന് ഗൾഫുകാർ പരാതിപ്പെടുന്നു. അവർക്ക് ഞങ്ങൾ വെറും പണിക്കാരാണ്, യന്ത്രങ്ങളാണ്. യന്ത്രങ്ങൾക്ക് തകരാറു പറ്റിയാൽ അവർ പുതിയത് കണ്ടെത്തും. മലയാളിക്ക് നൽകുന്നതിന്റെ പകുതി നൽകിയാൽ ഫിലിപ്പീനിയെയോ യമനിയെയോ കിട്ടും. അതുകൊണ്ട് മലയാളിയുടെ കാര്യത്തിൽ അറബികൾക്ക് വലിയ താൽപര്യമൊന്നുമില്ല. നല്ലപോലെ പണിയെടുത്താൽ അവരവർക്ക് നല്ലത് എന്ന മനോഭാവമാണ് മിക്ക അറബികൾക്കും. ഈ കഥയൊന്നും ഗൾഫുകാരന്റെ വീട്ടുകാർ അറിയുന്നില്ല, അറിയിക്കാൻ അവർ മിനക്കെടാറുമില്ല. എന്തായാലും വീട്ടു ചെലവുകൾ നടത്തണമല്ലോ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ മാസാമാസം പണം എത്തിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ചെലവ് വളരെ കൂടിയെന്ന് ഗൾഫുകാരൻ വേദനയോടെ ഓർക്കുന്നു. വീട്ടുകാരൊക്കെ എത്ര പെട്ടെന്നാണ് മാറിപ്പോയത്. മുമ്പ് 1/2 കിലോ മത്സ്യം കൊണ്ട് ഒരു ദിവസത്തെ കറിയും പൊരിയുമൊക്കെ തികച്ചിരുന്നു. ഇന്ന് ചുരുങ്ങിയത് 2 കിലോയെങ്കിലും വേണം, അതും വില കൂടിയ മത്സ്യങ്ങൾ. ഭക്ഷണമേശയിൽ മറ്റു വിഭവങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ പഴയ പോലെ ബസ്സിൽ കയറാനൊന്നും അവരെ കിട്ടില്ല. ബസ്സിലൊക്കെ എന്താ തിരക്ക്. ജീപ്പോ ഓട്ടോറിക്ഷയോ പിടിച്ചാൽ കുഴപ്പമില്ല, സുഖമായി പോയി വരാം എന്നായിരിക്കുന്നു കാര്യങ്ങൾ. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും അവർ ISD വിളിക്കുന്നുണ്ട്. വല്ലപ്പോഴും കത്തെഴുതി അറിയിക്കാവുന്ന കാര്യങ്ങളാണ് 100-200 ചെലവാക്കി സംസാരിച്ചു കളയുന്നത്. അവൾക്കൊരു സൗകര്യമായിക്കോട്ടെ എന്നു കരുതിയാണ് വീട്ടിൽ ഫോൺ കണക്ഷൻ എടുത്തത്. അതിപ്പോൾ വിനയായി മാറിയിരിക്കുന്നു. ഓരോ ബില്ല് വരുമ്പോഴും ഞെട്ടുന്നത് പാവം ഗൾഫുകാരാണ്. ഇതിനെല്ലാം പുറമെയാണ് കുടുംബങ്ങളിലുണ്ടാവുന്ന കല്യാണങ്ങളും മറ്റു വിശേഷങ്ങളും. എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഗൾഫിലേക്ക് വിളിയായി. ഒരു 10,000 ഉടനെ വേണം, 25,000 വൈകാതെ അയക്കണം, മറക്കരുത്. പണത്തിനാവശ്യം വരുമ്പോഴാണ് കുടുംബക്കാർ ഗൾഫുകാരനെ ഓർക്കുന്നത്. ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലോ അവർ പിണക്കമായി. 100-300 രൂപ കൊടുത്ത് ISD വിളിച്ചിട്ട് അവൻ മൈൻഡ് ചെയ്തില്ല എന്ന പരാതിയായി അവർക്ക്. അവരൊക്കെ വലിയ ആൾക്കാരായില്ലേ എന്ന ആക്ഷേപമായി. സഹൃദരായ കേൾവിക്കാരെ അല്ലെങ്കിൽ വായനക്കാരെ, നിങ്ങൾ പറയൂ, എവിടെയാണ്, ആർക്കാണ് പിഴച്ചത്? ഈ 2-ാമത്തെ അധ്യായം. ഗൾഫുകാരന്റെ പെട്ടി തുറക്കുമ്പോൾ കസ്റ്റംസുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ടാക്സിക്കാരുടെയും ചുമട്ടുകാരുടെയും കരവലയത്തിൽ നിന്ന് മോചിതനായി ഗൾഫുകാരന്റെ പെട്ടി വീടണയുമ്പോൾ നമുക്ക് തോന്നും അയാൾ രക്ഷപ്പെട്ടെന്ന്. സത്യത്തിൽ മോചനം ഇനിയും അകലെയാണ്. ഒരു ഗൾഫുകാരന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് ഈ പെട്ടിയാണ്. ഇഷ്ടപ്പെട്ടവർ അകലാനും അകന്നവർ അടുക്കാനും ഈ പെട്ടി കാരണമാകുന്നു. ഗൾഫുകാരന്റെ പെട്ടി കാരണം തെറ്റിപ്പിരിഞ്ഞ കുടുംബങ്ങളും കൂട്ടുകാരും ധാരാളമുണ്ട്. വടക്കേതിലെ കുഞ്ഞൈഷു സ്വന്തം വീട്ടിൽ വന്നിട്ട് ഇത് 4-ാം വർഷമാണ്. കുഞ്ഞൈഷുവിന്റെ ഉമ്മ ഇപ്പോൾ മരണാസന്നയായി കിടക്കുകയാണ്. കുഞ്ഞൈഷുവിന്റെ അടുക്കലേക്ക് ആളുപോയെങ്കിലും അവളുടെ വാശി തീർന്നിട്ടില്ല. പ്രശ്നം ഗൾഫുകാരന്റെ പെട്ടി തന്നെയാണ്. കുഞ്ഞൈഷുവിന്റെ ആങ്ങള മൊയ്തീൻ കുഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നു. പിറ്റേന്ന് കുഞ്ഞൈഷു വന്നപ്പോഴേക്കും പെട്ടി തുറക്കൽ കഴിഞ്ഞിരുന്നു. ഇതറിഞ്ഞ ഉടൻ വാണം വിട്ട പോലെ ഒരു പോക്കുപോയതാണ് കുഞ്ഞൈഷു. പലപ്പോഴും വിളിക്കാൻ പോയെങ്കിലും അവൾക്ക് ഒരേ ഒരു മറുപടി, ഇനി എന്റെ പട്ടി വരും അങ്ങോട്ട്. ഇന്ന് മൊയ്തീൻ കുഞ്ഞ് പണിയില്ലാതെ നാട്ടിൽ തെണ്ടുകയാണ്. എന്നിട്ടും കുഞ്ഞൈഷുവിന്റെ മനസ്സു മാറിയിട്ടില്ല. അങ്ങനെ അമ്മായിയും സ്ഥലത്തെത്തി. വന്നു കയറിയവരൊക്കെ ആദ്യം നോക്കിയത് ഉസ്മാൻ കുട്ടിയുടെ റൂമിലേക്കാണ്. ഇത് മറ്റൊരു സംഭവമാണ് വായിക്കുന്നത്. ഉസ്മാൻ കുട്ടിയുടെ റൂമിലേക്കാണ് അമ്മായി നോക്കുന്നത്. പെട്ടി തുറന്നിട്ടുണ്ടോ എന്ന്. ഇല്ല. എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. അവർ ഉസ്മാൻ കുട്ടിയോട് കുശലാന്വേഷണങ്ങൾ നടത്തി. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ എന്ന് പഞ്ചാര വാക്കുകൾ പറഞ്ഞു. എന്റെ അമ്മായി, ഞാൻ ക്ഷീണിക്കാതെ ആ തടിച്ച പെട്ടി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പറയണമെന്ന് ഉസ്മാൻ കുട്ടിക്ക് തോന്നി. കുടുംബം കുളമാക്കേണ്ടെന്ന് കരുതി ഉസ്മാൻ കുട്ടി മൗനം പാലിച്ചു. കൂട്ടുകുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ പെട്ടി തുറക്കൽ കർമ്മം നടക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. മറ്റൊരു സംഭവം. നിറഞ്ഞ സന്തോഷത്തോടെ ഹൈദർ പുറത്തു കടന്നു. കസ്റ്റംസുകാരുടെ ക്ലിയറൻസ് കഴിഞ്ഞിട്ടാനുള്ളൊരു പാട്. പുറത്ത് കൂട്ടുകുടുംബാദികൾ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നു കയറിയ പാടെ പെട്ടി തുറക്കൽ കർമ്മം. ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് പാക്ക് ചെയ്താണ് ഹൈദർ വന്നിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ സംഘടിപ്പിക്കാനും പാക്ക് ചെയ്യാനും പെട്ടപാട് ഹൈദറിന് മാത്രമേ അറിയൂ. അർഹതപ്പെട്ടവർ പൊതി വാങ്ങി അഴിച്ചപ്പോൾ പലരുടെയും മുഖം മങ്ങുന്നുണ്ടോ എന്ന് ഹൈദറിന് തോന്നിപ്പോയി. അമ്മാവന്റെ മകൾ അത് വെട്ടി തുറന്ന് പറയുക തന്നെ ചെയ്തു. ഈ ഇക്കാക്കാന്റെ കണ്ണ് എന്തു കണ്ണ, ഇതൊക്കെ ഇട്ട് നടക്കാൻ പറ്റുമോ? ഒരു വീക്ക് വെച്ചു കൊടുക്കാനാണ് തോന്നിയത്. ഒരാൾ പോലും എന്റെ സെലക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ
മനസ്സു തളർന്നു. അന്നാദ്യമായി അയാൾക്ക് കുടുംബക്കാരോട് അമർഷം തോന്നി. ഇവർക്കു വേണ്ടിയാണല്ലോ താൻ ഇത്രയും കാലം അധ്വാനിച്ചത്. മറ്റൊരു അനുഭവം ഹൈദറിന്റെ അനുഭവം തന്നെയാണ് ഏതാണ്ട് എല്ലാ ഗൾഫുകാരുടെയും. കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന്റെ മാനദണ്ഡം ഇതാണ്. സാധനങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ആവശ്യപ്പെടുമ്പോഴൊക്കെ ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്താൽ നല്ല ഇക്കാക്ക, നല്ല മൂത്താപ്പ, നല്ല എളാപ്പ, നല്ല അളിയൻ എന്നിങ്ങനെ സൽപ്പേരുകൾ നേടാം. മറിച്ച് കൊണ്ടുവന്ന സാധനങ്ങൾ കുറയുകയോ താൻ വരുന്നതിനു മുമ്പ് പെട്ടി തുറക്കുകയോ ആവശ്യപ്പെട്ടപ്പോൾ കാശയക്കാതിരിക്കുകയോ ചെയ്താൽ ഇവർ തന്നെ പറഞ്ഞത് മാറ്റിപ്പറയും. ആളിപ്പോൾ പഴയ പോലെയൊന്നുമല്ല, പണം കൂടിയാൽ ആള് മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞു കളയും. ഒരിക്കലും ഗൾഫുകാരന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഈ കറവുകാർക്ക് കഴിയുന്നില്ല. ഇന്ന് ഒരു ശരാശരി ഗൾഫുകാരന് തന്റെ 2 കൊല്ലത്തെ സമ്പാദ്യം കൊണ്ട് ഒരിക്കലും ഡിക്കിലൊതുങ്ങാത്ത പെട്ടി കൊണ്ടുവരാൻ കഴിയില്ല. എങ്കിലും പാവപ്പെട്ട ഗൾഫുകാരൻ തന്റെ കന്നിവരവ് ആഘോഷമാക്കുന്നു. ഇതെങ്ങനെയാണ്? കൂട്ടുകാരിൽ നിന്നും മറ്റും നല്ലൊരു സംഖ്യ കടം വാങ്ങിയാണ് സാധനങ്ങൾ സംഘടിപ്പിക്കുന്നതും വിസ പുതുക്കുന്നതും. എന്നിട്ടും ഇത് കിട്ടുന്നവർ സാധനത്തിന്റെ ക്വാളിറ്റി ഇല്ലായ്മയും ഫാഷൻ ഇല്ലായ്മയും പറഞ്ഞ് അയാളെ വേദനിപ്പിക്കുകയാണ്. ഗൾഫുകാരന്റെ പെട്ടി പലയിടത്തും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നത് സത്യം. എല്ലാവരുടെയും മനസ്സ് നിറയട്ടെ എന്ന് കരുതി വാരിക്കോരി കൊടുത്താലും ഗൾഫുകാരന് സമാധാനം കിട്ടാൻ പോകുന്നില്ല. അപ്പോഴയാളുടെ ഭാര്യ പ്രശ്നമുണ്ടാക്കിയെന്നിരിക്കും. അവൾക്ക് കുറഞ്ഞുപോയി, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർക്ക് കുറഞ്ഞുപോയി എന്ന പരാതി ബാക്കിയാവുന്നു. ഇനി എല്ലാവർക്കും നല്ലപോലെ കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക. ഇതിന്റെ സന്തോഷവും സുഖവും നിലനിൽക്കുന്നത് പരിമിതമായ ലീവ് ദിവസങ്ങളിൽ മാത്രമാണ്. 2ാം വരവിലും 3ാം വരവിലും ഇങ്ങനെ വാരിക്കോരി കൊടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങളായി. അഥവാ പലർക്കും അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ജീവിതം എന്തെന്ന് അവരും പഠിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും സമ്പാദിക്കണമെന്ന് അവർക്കും ബോധ്യം വന്നു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഇണങ്ങി നിന്നവരൊക്കെ പിണങ്ങും, ഇഷ്ടമില്ലാതെ പെരുമാറാൻ തുടങ്ങും. എങ്ങനെ നോക്കിയാലും ഗൾഫുകാരന് തന്റെ പെട്ടി ഒരു തലവേദന തന്നെയാണ്. ഈ തലവേദന മാറ്റാനും കുടുംബക്കാരുടെ ഇഷ്ടം പരിഗണിക്കാനും ചില ഗൾഫുകാർ പുതിയ സൂത്രങ്ങൾ ഇറക്കുന്നുണ്ടപ്പോൾ. അവർ ഈ വിഷമം പിടിച്ച പെട്ടി ചുമക്കുന്നില്ല. പകരം നാട്ടിൽ വന്ന് കുടുംബക്കാരെ കൂട്ടി നേരെ തുണിക്കടയിലേക്ക് അവരുടെ ഇഷ്ടത്തിനൊത്ത തരം വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. കൂട്ടി നോക്കിയാൽ അവിടത്തേക്കാൾ ലാഭം ഇവിടെയാണെന്ന് ഗൾഫുകാരൻ പറയുന്നു. അക്ബർ കക്കട്ടിലിന്റെ നിറം മങ്ങിയ പ്രഭാതം എന്ന കഥയിൽ ഒരു ഗൾഫുകാരന്റെ പെങ്ങളെക്കുറിച്ച് പറയുന്നു. എന്നാൽ ആ പ്രഭാതത്തിൽ എനിക്കാവക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ആങ്ങള ഖത്തറിൽ നിന്ന് വരുന്നത് പ്രമാണിച്ച് എന്റെ മറിയം പെട്ടി തുറക്കാൻ തലേന്നു തന്നെ അവളുടെ വീട്ടിലേക്ക് ഗമിച്ചിരുന്നു. കാരണം ഭർത്താവ് ഗൾഫിലാണ് എന്ന പുസ്തകത്തിന്റെ 2ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.